ധന്യ സിനുജി, ചൈനയിൽ ദേശാഭിമാനി പോലെ ഒരു പത്രമുണ്ട്, ഗ്ലോബൽ ടൈംസ്. ചൈനയുടെ മുഖപത്രമാണ്, ചൈനയുടെ ദേശാഭിമാനി. അതെ. അതിൽ ഈ അടുത്ത കാലത്ത് ഒരു ലേഖനം ഉണ്ടായിരുന്നു, ഇന്ത്യസ് ഡിപ്ലോമസി ഹാസ് എസ് ജയശങ്കർ പ്രോബ്ലം. ഇന്ത്യൻ ഡിപ്ലോമസിയിൽ എസ് ജയശങ്കർ എന്നൊരു പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രിയെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ലേഖനം ഉണ്ടായിരുന്നു. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് സെർച്ച് ചെയ്യുമ്പോൾ ഈ ലേഖനം കാണാല്ലേ നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ്, ഇപ്പോൾ ആ വാർത്തയിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇത് കുറച്ച് ദിവസത്തിനുള്ളിൽ ഇത് കാണാതാവുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ചൈന ഇന്ത്യയെ ഭയപ്പെട്ടത് കൊണ്ടല്ലേ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് എന്നൊന്ന് ചിന്തിക്കേണ്ടേ. ആ വാർത്തയിലെ യാഥാർത്ഥ്യവും കള്ളത്തരവും ആരോപണങ്ങളും എല്ലാം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനുപരി ചൈന എന്തുകൊണ്ട് ഇത്തരം ഒരു വാർത്തയെ പിൻവലിച്ചു? ഈ ചൈന എന്തെങ്കിലും ഒരു വാർത്ത ഇട്ടിട്ട് അത് പിൻവലിച്ചാൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് അവർ കള്ളത്തരം കാണിച്ചു എന്ന് തന്നെയല്ലേ. അത് ആരായാലും ഇപ്പം ചൈനയുടെ മുഖപത്രം എന്നാണ് ഈ ഗ്ലോബൽ ടൈംസ് അറിയപ്പെടുന്നത്. അപ്പോൾ ഗ്ലോബൽ ടൈംസിൽ പല വാർത്തകളും അവർ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇപ്പം ചൈനയുടെ രാഷ്ട്രീയം വെച്ചിട്ട് നമുക്കറിയാം, ഓരോ നാട്ടിലും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ കാര്യങ്ങൾ പറയാനായിട്ട് അവരുടേതായ പോളിസികൾ വ്യക്തമാക്കാനായിട്ട് മുഖപത്രങ്ങളുണ്ട്. ഇപ്പം കേരളത്തിൽ തന്നെയുണ്ട്, ഇന്ത്യയിലുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. എന്ന് പറയുന്ന പോലെ ചൈനയിലെ സർക്കാരിന് അവരുടേതായ കാര്യങ്ങൾ പറയാനൊരു മുഖപത്രം ഉണ്ടാകും, അവരുടെ പാർട്ടിക്ക് പറയാനൊരു ഏജൻസി അല്ലെങ്കിൽ വാർത്ത പറയാനുള്ളൊരു പോർട്ടലുണ്ടാകും. അങ്ങനെയാണ് ഈ ഗ്ലോബൽ ടൈംസിൽ ഈ വാർത്ത വന്നത്. അപ്പോൾ ഈ വാർത്ത വന്നപ്പോൾ ജയശങ്കർ എന്ന് പറയുന്നതാണ് ഒരു വലിയ പ്രോബ്ലം ഇന്ത്യയെ സംബന്ധിച്ച് എന്ന് പറയുന്നു. അതായത് ഇന്ത്യയിൽ 3ാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നപ്പോൾ ചൈനയിലെ പ്രധാനമന്ത്രിയൊക്കെ വിളിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു, വളരെ നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കരട് പോലെ പറഞ്ഞത് എല്ലാം നല്ലതാണ്, പക്ഷേ ഈ ജയശങ്കർ തന്നെ വീണ്ടും വിദേശകാര്യമന്ത്രി ആയത് ഇന്ത്യക്ക് വലിയ ഗുണകരമൊന്നും ആയിരിക്കില്ല, പണ്ടും ജയശങ്കർ വലിയ ഗുണമൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിദേശകാര്യമന്ത്രിയായി ജയശങ്കർ വന്നത് നല്ല കാര്യമാണെന്നർത്ഥം. അതുകൊണ്ടാണ് ചൈന ഇത്തരത്തിലൊരു കുറ്റം പറഞ്ഞത്. അപ്പോൾ ജയശങ്കർ എന്ന് പറയുന്നത് വളരെ കാര്യക്ഷമതയുള്ള ഒരു വിദേശകാര്യ എംബസിയിലൊക്കെ ജോലി ചെയ്ത ഉദ്യോഗസ്ഥനാണ്, IFS-കാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ചൈനയ്ക്ക് വ്യക്തമായ നിലപാടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ തീരുമാനിക്കുന്നതിൽ രൂപപ്പെടുത്തുന്നതിലൊക്കെ തന്നെ നിർണായകമായ പങ്ക് വഹിക്കുന്നത് എസ് ജയശങ്കറാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കാറുണ്ട്. ഈ സന്ദർശനത്തിന് 1-2 മാസം മുമ്പ് വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ ജയശങ്കർ ഇവരുമായി കൃത്യമായ സന്ദർശനം നടത്തുകയും കൃത്യമായ ആശയവിനിമയം നടത്തുകയൊക്കെ ചെയ്യും. അങ്ങനെ നയതന്ത്ര രംഗത്ത് എല്ലാ കാര്യങ്ങൾക്കും ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത് ജയശങ്കറിൻ്റെ ഇടപെടലാണ്. ഇപ്പം ജയശങ്കറിൻ്റെ ഒരു കരിയർ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ 1970-കളിലാണ്. അന്ന് IFS കിട്ടിയ ശേഷം അദ്ദേഹത്തെ USSR-ലേക്കാണ് നിയോഗിക്കുന്നത്. USSR എന്ന് പറഞ്ഞാൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ. ഈ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ രാജ്യമൊക്കെ. അവിടെ ചെന്ന് അവിടുത്തെ നയതന്ത്രപരമായ കാര്യങ്ങൾ ഇടപെടുന്നു. അദ്ദേഹം 3rd സെക്രട്ടറി, 2nd സെക്രട്ടറി എന്നീ പദവികളിലാണ് ഇരുന്നത്. അവിടെ നിന്ന് അദ്ദേഹം പടിപടിയായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു വരികയും റഷ്യൻ ഭാഷ പഠിക്കുകയും ചെയ്തു. അന്ന് മുതൽ തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് വന്നത് ഈ ജയശങ്കറാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ ആയപ്പോഴും പിന്നീട് അത് റഷ്യ ആയപ്പോഴും ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ, അത് സൈനികപരമായിക്കോട്ടെ, സാമ്പത്തികപരമായിക്കോട്ടെ, ട്രേഡ് ആയിക്കോട്ടെ, എല്ലാ മേഖലയിലും നല്ല ബന്ധമാണ് ഈ ജയശങ്കർ വെച്ച് പുലർത്തുന്നത്. അപ്പോൾ ഈ ജയശങ്കർക്കെതിരെയാണ് ഈ ഗ്ലോബൽ ടൈംസിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത്. ഇതിന് ഏതാനും മാസം മുമ്പാണ് ഈ ചൈനയിലെ വിദേശകാര്യ മന്ത്രാലയം അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ജയശങ്കറുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയത്. അങ്ങനെ ആ കൂടിക്കാഴ്ചയുടെ ഫലമായിട്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ചില വിള്ളലുകൾ പരിഹരിക്കാനും അതിർത്തിയിലെ പ്രശ്നങ്ങൾ താൽക്കാലികമായി മാറ്റിവെക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ഒപ്പം വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനും തീരുമാനിച്ചു. ഇതിനിടയിലാണ് ഈ പറയുന്ന ഗ്ലോബൽ ടൈംസിൽ ഈ വാർത്ത പറയുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ഔദ്യോഗികമായ നിലപാടായിരുന്നില്ല, ചൈനീസ് പാർട്ടിയുടെ നിലപാടായിരിക്കും ഈ ഗ്ലോബൽ ടൈംസിലൂടെ പുറത്തു വന്നത്. അല്ല, അത് പറയുന്നത് അത് ചൈനയുടെ നിലപാട് തന്നെയാണ് ഈ പത്രത്തിലൂടെ വരുന്നത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആണെങ്കിൽ കൂടി അത് നയതന്ത്ര ബന്ധത്തെ ബാധിക്കുമെന്ന് സർക്കാർ ഒഫീഷ്യൽസ് തീരുമാനിക്കുമല്ലോ. അപ്പോൾ സർക്കാരിലെ രാഷ്ട്രീയക്കാർ വേറെ, ഉദ്യോഗസ്ഥ വൃന്ദം വേറെ. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദം പറയാണ്, ഇപ്പം നമ്മൾ ഇന്ത്യയുമായിട്ടൊരു ചർച്ച നടത്തിയതേ ഉള്ളൂ, ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്, അതിനിടയിൽ ഈ വാർത്ത വന്നാൽ അത് നമുക്ക് പ്രശ്നമാകുമെന്ന് പറഞ്ഞാൽ വാർത്ത ഒരു പിൻവലിക്കില്ല. നേരത്തെ വിദേശകാര്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജ്, അവരും നല്ല, എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രഗത്ഭയായ ഒരു വിദേശകാര്യമന്ത്രിയായിരുന്നു സുഷമ സ്വരാജ്. മരണപ്പെട്ടു പോയി. പക്ഷേ ആ സമയത്തും ചൈന ഇത്തരത്തിൽ സുഷമ സ്വരാജിനെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളും വാർത്തകൾക്കപ്പുറം വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതേ നിലപാടല്ലേ ഇപ്പോൾ ജയശങ്കറിന്റെ കാര്യത്തിലും ചൈന സ്വീകരിക്കുന്നത്? അതായത് ചൈനയ്ക്കൊരു ഭയമുണ്ട്, മോദിയെക്കാളിലും ചൈന ഭയക്കുന്നത് ഒരുപക്ഷെ ജയശങ്കറിന്റെ ആയിരിക്കും. വിദേശകാര്യ ബന്ധവുമായി, പ്രത്യേകിച്ച് റഷ്യക്കുള്ള ജയശങ്കറിന്റെ ഒരു ബന്ധം അത് ഇന്ത്യയുമായി കൂടുതൽ അടുപ്പിക്കുവാനും ചൈനയുടെ ഭാഗങ്ങൾ റഷ്യ വിട്ടുകൊടുക്കാതെ
ഉണ്ടാകാതിരിക്കാനും ഒക്കെയുള്ള ഒരു കാര്യം ഈ ഇന്ത്യ കൂടെ ചേർന്ന് നിന്ന് റഷ്യയെ സഹായിക്കുമെന്നുള്ളൊരു ഭയം ചൈനയ്ക്കില്ലേ? അതുകൊണ്ടായിരിക്കില്ലേ ജയശങ്കറിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചൈന രംഗത്തെത്തുന്നത്? എല്ലാ കാലത്തും ചൈന ഇന്ത്യയുമായി ശത്രുത വെച്ച് പുലർത്തുന്നതാണ്. അതായത് അതിർത്തിയിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ കാണാത്ത അതിർത്തി പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള ബോർഡർ ഉണ്ടല്ലോ, ഈ ബോർഡറിൻ്റെ പല ഭാഗങ്ങളിലേക്കും ചൈനക്കാർ അവരുടെ നാട്ടിലെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കും. താൽക്കാലികമായി താമസിപ്പിക്കും, ഒരു ടെൻ്റൊക്കെ കെട്ടി അവിടെ താമസിപ്പിക്കും. അപ്പോൾ അവിടെ ഈ പട്രോളിങ് ഇറങ്ങുന്ന ഇന്ത്യൻ പട്ടാളം അവിടെ ചെന്ന് ചോദിക്കും, നിങ്ങൾ ആരാ, എന്താ? അപ്പോൾ പറയും, ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവരെ ഒന്ന് താമസിപ്പിച്ചതേ ഉള്ളൂ. ശരി, ഇനി താമസിപ്പിക്കുന്നു വേണ്ട, നിങ്ങൾ പോകണം. ഉടനെ ഇവർ ടെൻറ്റും ഒക്കെ അഴിച്ച് കെട്ടി പത്തലൊക്കെ ഒരു കക്ഷത്ത് വെച്ചോട്ട് ഇവർ തിരിച്ചങ്ങ് നടക്കും. ഇത് 2 or 3 തവണ ചെയ്യുമ്പോൾ 4ാമത്തെ തവണ ഈ വരുന്നതിനകത്ത് ആർമി ഉദ്യോഗസ്ഥരുണ്ട്, അവർ വന്ന് താമസിക്കും. അപ്പോൾ ഇന്ത്യ എടുത്ത് പറയും, പട്ടാളക്കാരെ നിങ്ങൾ ഇവിടുന്ന് പോകണം എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും പോകുന്നില്ല. അപ്പോൾ അതൊരു തർക്കത്തിലേക്ക് എത്തും. അപ്പോൾ അത് നയതന്ത്ര തലത്തിലുള്ള പ്രശ്നമായി മാറും. അപ്പോൾ അത് വലിയ ചർച്ചാ വിഷയമായി മാറും. അപ്പോൾ ഈ നയതന്ത്ര കാര്യങ്ങൾ, ആഭ്യന്തര കാര്യങ്ങൾ പുറത്ത് മറ്റു രാജ്യങ്ങളുമായി ചർച്ച ചെയ്യുന്നതൊക്കെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയമാണ്. ആ മന്ത്രാലയത്തിൻ്റെ ചുമതലയിലുണ്ടായിരുന്നതാണ് സുഷമ സ്വരാജ്. അന്ന് മുതൽ ഈ സുഷമ സ്വരാജിനെ വെറുക്കാനുള്ള കാര്യം അതാ. അപ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് അത്തരം കാര്യങ്ങളിൽ എങ്ങനെ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്നു. മറ്റ് രാജ്യങ്ങളുമായി സ്വീകരിക്കുന്ന അതേ നയതന്ത്രം തന്നെയാണ് ഇന്ത്യ ചൈനയുമായി സ്വീകരിക്കുന്നത്. പക്ഷേ ചൈനയുടെ പ്രശ്നം എന്താ? ഇന്ത്യയുടെ കുറച്ച് ഭാഗം കൂടെ കൂട്ടിച്ചേർത്ത് അവർക്ക് അവരുടെ രാജ്യം വികസിപ്പിക്കണം. ഇതാണ് എക്കാലത്തെയും ചൈനയുടെ ചിന്ത. ഇത് തന്നെയാണ് എസ് ജയശങ്കർ വന്നപ്പോഴുണ്ടായ പ്രശ്നം. ജയശങ്കറിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ഉദ്യോഗസ്ഥനായതുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ അംബാസഡറായി ഉൾപ്പെടെ പ്രവർത്തിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം മറ്റ് രാജ്യങ്ങളുമായി എങ്ങനെയാണ് നയതന്ത്രം കൈകാര്യം ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ചൈനയുടെ തന്ത്രങ്ങളൊന്നും അദ്ദേഹത്തിന് മുമ്പിൽ വിലപ്പോകാത്തത്. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യ വന്നു നല്ല ശക്തിയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നല്ല ശക്തിയാണ്. പക്ഷേ ഈ ജയശങ്കർ വിദേശകാര്യമന്ത്രി ആയിരുന്നുകൊണ്ട് ഒരു ഗുണവും ഇന്ത്യക്ക് ഉണ്ടായില്ല, ഇനിയും അതുണ്ടാകില്ല. ഇന്ത്യ എന്താ ഇത്തരം പൊട്ടത്തരം കാണിക്കുന്നതൊക്കെ ചോദിക്കുന്നു. പക്ഷേ നമുക്കറിയാം ഓരോ ഘട്ടത്തിലും ഈ ജയശങ്കറിൻ്റെ ഇടപെടൽ വളരെ നിർണായകമായി. ഇപ്പോൾ ഏറ്റവും ഒടുവിലൊരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, മാലിദ്വീപിലൊരു പ്രശ്നം. ഈ മാലിദ്വീപിലെ പ്രശ്നത്തിൽ അവസാനം ഈ മാലിദ്വീപിലെ ഉദ്യോഗവൃന്ദം വന്നിട്ട് എസ് ജയശങ്കറുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹത്തോട് പറയുകയാണ്, ഞങ്ങളുടെ ടൂറിസത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങണം, ഞങ്ങളുടെ ടൂറിസത്തെ ഇല്ലാതാക്കരുത്, നിങ്ങളുടെ ആർമിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പരിശീലനം തരണം, ഞങ്ങളുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കണം. ഇതൊക്കെ ജയശങ്കറുമായാണ് കൂടിക്കാഴ്ച നടത്തി പറയുന്നത്. ഇതിന് ശേഷമാണ് അവിടുത്തെ പ്രസിഡന്റ്, അദ്ദേഹം പോലും നേരിട്ട് മാലിദ്വീപിൽ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയെ കാണാൻ, നരേന്ദ്രമോദിയെ കാണാൻ ഒരു സമയം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് കാല് പിടിക്കുന്ന ഒരു നിലപാടിലേക്ക് മാലിദ്വീപ് എത്തി എത്തിച്ചത് ജയശങ്കറിന്റെ ബുദ്ധിയാണ്. അതെ. അപ്പോൾ ഓരോ കാര്യത്തിലും ഇനി റഷ്യയുമായിട്ടുള്ള കാര്യം എടുക്കുക. നമ്മൾ നടന്നത് വ്ളാഡിവോസ്റ്റോക്കിൽ നിന്ന് നമ്മളൊരു സാറ്റലൈറ്റ് നഗരം സ്ഥാപിക്കുന്നു. ഈ സാറ്റലൈറ്റ് നഗരം സ്ഥാപിക്കുന്നത് ചൈനയുടെ പ്രദേശമായ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്ന തുറമുഖ നഗരം ഒരു കാരണവശാലും ചൈനയ്ക്ക് കിട്ടരുത് എന്നത് വെച്ചുകൊണ്ട് ഇന്ത്യ ചെയ്ത ചില തന്ത്രപരമായ ഇടപെടലാണ്. അതുകൊണ്ടാണ് 5 വർഷം മുമ്പ് നരേന്ദ്രമോദി അവിടെ എത്തുകയും അവിടുത്തെ ഒരു കോൺസുലേറ്റ്, ഇന്ത്യ ആദ്യമായിട്ടാണ് വ്ളാഡിവോസ്റ്റോക്കിൽ ഒരു കോൺസുലേറ്റ് സ്ഥാപിക്കുന്നത്. അതായത് ലോകത്ത് ഒരു രാജ്യം അവിടെ കോൺസുലേറ്റ് സ്ഥാപിക്കാൻ റഷ്യ അനുമതി കൊടുത്തെങ്കിൽ അത് ഇന്ത്യക്ക് മാത്രമാണ്. അന്ന് പറഞ്ഞു ഞങ്ങൾ വലിയ നിക്ഷേപം നടത്തുന്നു. ചൈനയ്ക്ക് അന്നേ അപകടം നടത്തും. കാരണം എന്തെങ്കിലും ഒരു കാലത്ത് ഈ സ്ഥലത്തിന് തങ്ങൾ അവകാശവാദം ഉന്നയിച്ചാൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പല ഇടപാടുകളും വ്യാപാര ബന്ധങ്ങളും നടക്കുന്ന ഒരു ഉപഗ്രഹ നഗരമായി അത് മാറും. അതിനെ അറ്റാക്ക് ചെയ്യാനോ അത് വേണമെന്ന് ആവശ്യപ്പെടാനോ ഇവർക്ക് കഴിയില്ല. മാത്രമല്ല ഈ തുറമുഖ നഗരത്തിൽ ഏതാണ്ട് 1,00,000 കണ്ടെയ്നറുകൾ വരെ സൂക്ഷിക്കാൻ കഴിയുന്ന വിശാലമായ പോർട്ട് തയ്യാറാക്കാൻ റഷ്യയ്ക്ക് സാധിച്ചു. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളെ അത് മെച്ചപ്പെടുത്തുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെ ജയശങ്കർ എന്ന് പറയുന്ന വിദേശകാര്യ മന്ത്രിയുടെ തന്ത്രപരമായ ഇടപെടലുകൾ ചൈനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അങ്ങേയറ്റം വരുമ്പോഴാണ് ഇവരൊരു ലേഖനം എഴുതി പത്രത്തിലിടുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. അപ്പോൾ ഈ ലേഖനവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടക്കും. ഇത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ ഇത് ഇന്ത്യ മനസ്സിലാക്കുകയും ഇത്തരം വിദേശകാര്യ മന്ത്രാലയത്തിനെതിരായുള്ള പ്രചരണം തെറ്റാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ റഷ്യയുമായിട്ടും അമേരിക്കയുമായിട്ടും ചെറു രാജ്യങ്ങൾ, ഇപ്പം ബ്രൂണെ പോലുള്ള രാജ്യങ്ങളിലേക്ക്, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടും ഇന്ത്യക്ക് ബന്ധമുണ്ട്. ഒപ്പം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി ബന്ധമുണ്ടാകുന്നു, ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളുമായി ബന്ധമുണ്ടാകുന്നു. അപ്പോൾ എല്ലാ രാജ്യങ്ങളുമായുള്ള ഇത്തരം ബന്ധങ്ങളിലേക്ക് നയിക്കുന്നത് നമ്മുടെ നയതന്ത്ര മന്ത്രാലയം അല്ലെ വിദേശകാര്യ മന്ത്രാലയമാണ്. അപ്പോൾ അതിനെ നയിക്കുന്ന ജയശങ്കറിൻ്റെ അടുത്ത് ചൈനയ്ക്ക് എന്നും എതിർപ്പാണ്, വിരോധമാണ്, അസൂയാണ്. അത് ധന്യ നേരത്തെ പറഞ്ഞതുപോലെ സുഷമ സ്വരാജ് ആയാലും എസ് ജയശങ്കർ ആയാലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രികളെ, BJP സർക്കാരിൻ്റെ കീഴിലുള്ള ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിനെ തന്നെ ചൈന ഭയപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു തെളിവാണല്ലോ ഗ്ലോബൽ ടൈംസിൽ വന്ന ഈ ഒരു വാർത്ത. ചൈന പിൻവലിക്കണമെങ്കിൽ എത്രത്തോളം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തെ ഒക്കെ ചൈന ഭയക്കുന്നു, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടുന്ന ഒരു സർക്കാരിനെ ചൈന ഏതൊക്കെ രീതിയിൽ ഭയക്കുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. കാര്യം കൂടെ പറഞ്ഞോട്ടെ, ചൈന ഇന്ത്യയുടെ ഏത് വിദേശ നയത്തെ ചൈന എതിർക്കുന്നുവോ
ആ നയം ശരിക്കും ഇന്ത്യക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അത് നമുക്ക് ഇന്ത്യക്ക് പ്രയോജനമാണോ എന്ന് അറിയുന്നതിന് ചൈനയുടെ അഭിപ്രായം ആരായുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ചൈന അതിന് എതിർത്തിട്ടുണ്ടോ എങ്കിൽ അത് നടപ്പാക്കുക, ഇന്ത്യ രക്ഷപ്പെടും. തീർച്ചയായിട്ടും ചൈനയുടെ ഇത്തരം നടപടികൾ ഇന്ത്യക്ക് കൂടുതൽ പ്രയോജനം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കും.